ഇപ്പൊ നമുക്ക് ആലപ്പുഴ, ആറ്റിങ്ങൽ, ആലത്തൂർ അവിടത്തേക്കാണ് കേസ് സ്റ്റഡി. കാരണം CPM-ന്റെ കോർ ബാങ്കിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോവുകയും ഒരു ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ സാധാരണ UDF-ന് വോട്ട് ചെയ്യണം, ജയിക്കാത്ത ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, അതൊരു BJP-യെ പോലൊരു പാർട്ടിക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിലൊരു മൂഡിന്റെ മാറ്റമാണ് അത് കാണിക്കുന്നത്. ആ അപകടം നടത്തിയിട്ടാണല്ലോ ഇപ്പൊ ഈ വെള്ളാപ്പള്ളി സ്ട്രാറ്റജിയൊക്കെ CPM എടുക്കുന്നുണ്ടാവുക. അവരത് പരിഹരിച്ചിട്ടുണ്ടാവുക. അത് പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു സൂചന ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടതാണ്. വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈഴവ വോട്ടുകൾ വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊരു ഒഴുക്ക് അത് അടിത്തട്ടിൽ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സമീപകാലത്ത് LDF കണക്കിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അയ്യപ്പ സംഗമം വരെയുള്ള കാര്യങ്ങളിൽ പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ സജീവമായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അതിവർഗീയമായ പ്രസ്താവനകൾക്ക് ചെവി കൊടുക്കുക, അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഈ സമീപനം എടുത്തത് അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സഖ്യത്തിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ കൂട്ടിൽ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും പുറത്തു വരാത്ത രീതിയിൽ അത് പുറമേ അതൊരു വലിയ ആയിക്കൂടാ എന്ന വളരെ ശക്തമായ ഒരു ജാഗ്രതയോടുകൂടി അക്കാര്യത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BJP-യെ സംബന്ധിച്ചിടത്തോളവും ആ പ്രദേശത്തെ ഏറ്റവും ശക്തമായി അവർക്ക് നിലനിൽക്കണമെങ്കിലും അവർക്ക് വളരണമെങ്കിലും ആവശ്യമായ വോട്ടുകൾ എന്ന് പറയുന്നത് ഇതേ ഈഴവ വോട്ടുകളാണ്, മറ്റൊന്നല്ല. അപ്പോൾ അത് എത്ര കണ്ട് പ്രവർത്തിക്കും? ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇവർ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ അത് കാര്യമായി അത് പ്രതിഫലിച്ചു. അവിടെ ഒരു ചോദ്യമില്ലേ, ഈ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഇപ്പോൾ CPM-ൽ നിന്നും പോയിട്ടുള്ള ഈ സാമുദായിക വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുള്ള അതിനി തിരിച്ചു വരുമോ? അത് വെള്ളാപ്പള്ളിയെ കൂടെ അനുഭാവം സ്വീകരിക്കുക വഴി സർക്കാർ ടോട്ടലി ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അനുഭാവത്തിന്റെ പ്രശ്നമല്ല അത്, മറിച്ച് ഞങ്ങൾക്ക് ഈഴവ സമുദായത്തിന്റെ ഒരു പ്രതിനിധി വരുത്തുന്ന പ്രശ്നങ്ങളോട് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം കാണുമെന്ന് ടോട്ടൽ അവിടെ ഒരു പ്രശ്നമുള്ളത്. വെള്ളാപ്പള്ളി ഇറങ്ങി വോട്ട് പിടിക്കാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊരു പരമ്പരാഗത CPM വോട്ടുകളായിരുന്നു. ആ വോട്ടുകളിലാണ് ഷിഫ്റ്റ് ഉണ്ടായത്, അവിടെയാണ് ഒഴുക്കുണ്ടായത്. അതിനെ ഇപ്പോൾ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ഈഴവ സമുദായം ഞങ്ങൾക്കൊപ്പമാണ് എന്ന് CPM പറഞ്ഞാൽ മാത്രം തിരിച്ചു വരുമോ? അല്ല, തിരിച്ചു വരുന്നതല്ല അത്. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം, അവരുടെ നിലപാടുകളിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സമീപനം വന്നു എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന, എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്ന ആ സംഗതി എന്തുകൊണ്ടാണ്? ഈഴവ വോട്ടുകളിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രോ ഹിന്ദുത്വ സമീപനം സമീപകാലത്ത് കേരളത്തിലെമ്പാടും വന്നു പോയിട്ടുള്ളത്. അത് മനസ്സിലാക്കി അവരെ തിരുത്തിക്കൊണ്ടല്ല മുന്നണിയിലേക്ക് ഇവർ അല്ലെങ്കിൽ CPM-ലേക്ക് ഇവർ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതേ സമീപനത്തോടുകൂടി അല്ലെങ്കിൽ അതേ നയത്തോടു കൂടി തന്നെയാണ് അവരെ CPM-ലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി ഒരുപക്ഷെ CPM-ഉം കുറേയൊക്കെ ഈ നിലയിൽ പിന്നെ ഒരു ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോകുന്നതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നത് അതുകൂടിയാണ് എന്ന് നമ്മൾ. കാരണം അവരെ തിരുത്താൻ നിന്നാൽ അവർ തിരുത്തി നിങ്ങൾക്ക് അതല്ല ശരി മതനിരപേക്ഷ പഠിപ്പിച്ച് കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ അതുകൊണ്ട് അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്ന അങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പോയ അണികൾ തിരിച്ചു വരുന്നത് ഈ ഹിന്ദുത്വ സമീപനത്തോടു കൂടിയാണെങ്കിൽ അത് ഈ പാർട്ടി ഏത് നിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് വലിയ ലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഷുക്കൂർ, ഞാൻ വേറൊരു കാര്യം, തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയുടേതാണ്, കോർപ്പറേഷനും ഇത്തവണ എടുക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം MP ആയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് നടക്കുകയാണ് അവിടെ. എന്താണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് സീൻ എന്താണ്? ഈ സുരേഷ് ഗോപി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുക? അടിത്തട്ടിൽ BJP പണിയെടുത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആധികാരികത കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടോ? നിഷാദ്, സുരേഷ് ഗോപിനെ സംസ്ഥാന വ്യാപകമായി ഒരു ക്യാമ്പയിൻ വ്യക്തിയായിട്ടാണ് BJP ഇത്തവണ കളത്തിലിറക്കിയത്. കലുങ്ക് സംവാദങ്ങൾ തൃശ്ശൂരിൽ മാത്രമല്ല നടന്നത്, അത് ഇടുക്കിയിലും അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരത്തുമെല്ലാം BJP അത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തി. സുരേഷ് ഗോപി എന്ന താരശരീരത്തെ പരമാവധി മാർക്കറ്റ് ചെയ്യുകയും അതുവഴി BJPയുടെ ആശയത്തെ പരമാവധി ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് BJP അതുവഴി നടപ്പാക്കിയത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി അവിടെ വളരെ ദൈനംദിനം എന്നോളമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെയ്യാവുന്നതിന് പരമാവധി അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ചെയ്തു. എന്നാൽ അവിടെ സംഭവിച്ചത് കേവലം സുരേഷ് ഗോപി വോട്ട് ആകർഷിച്ചത് മാത്രമല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമായി പോയതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തന്നെ പലവട്ടം റിപ്പോർട്ട് ചെയ്താണ്, കോൺഗ്രസ് അവിടെ ഒലിച്ചു പോയതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് ആ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലപ്പെട്ടു. കോൺഗ്രസ്സുകാരും തന്നെ വോട്ട് ചോദിച്ച് ആളുകളുടെ വീട്ടിലേക്ക് പോയില്ല. ഇതൊരു വലിയ ദുർബലപ്പെട്ടതാണ്. BJPയുമായിട്ടുള്ള ഡീലാണെന്നെല്ലാം CPM പറയുമ്പോഴും സത്യസന്ധമായി പറഞ്ഞാൽ
കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്നതാണ്. നിലവിൽ പുതിയ DCC പ്രസിഡന്റ് എല്ലാം വരികയും താഴെ തട്ടിൽ കോൺഗ്രസ്സുകാർക്ക് ജയിക്കണമെന്നൊരു ആഗ്രഹം വരികയും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം തൃശൂർ കോർപ്പറേഷനിലെങ്കിലും സജീവമായി തവണ നടന്നിട്ടുണ്ട്. രാജൻ പല്ലനെ പോലെയുള്ള നേതാക്കളെല്ലാം തന്നെ ഫീൽഡിൽ സജീവമായിരുന്നു. BJPക്ക് പഴയ ഒരു പറയുകയാണ്, ഏതെങ്കിലുമൊക്കെ മുസ്ലിം സംഘടനകൾ വിചാരിച്ചിരിക്കുന്നത് ടോട്ടൽ മൈനോറിറ്റിയെ അപ്പുറത്ത് നിർത്തിക്കളയാം സർക്കാരിനെതിരായി. അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. സർക്കാരിനെ മൈനോറിറ്റി വലിയ തോതിൽ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ അസ്ലം പറഞ്ഞു മൈനോറിറ്റി മേഖലകളിലെല്ലാം വലിയ തോതിലുള്ള വോട്ടിംഗ് ഉണ്ടായിരിക്കുന്നു, പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് അതിന് കാരണമായിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ ഈ നമുക്ക് ഇങ്ങനത്തെ ഈ ഡെമോഗ്രാഫി പരിശോധിച്ചാൽ അതിനകത്ത് അതിൻ്റെ പൊളിറ്റിക്കൽ ചേഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന റിസൾട്ട് കൂടിയായിരിക്കുമോ ഇത്? വെച്ചാൽ എന്തായിരിക്കും നിയമസഭയുടെ മൂഡ് ഓരോ സെക്റ്റിലും എന്നൊക്കെ ഇത് നാളെ അറിയാൻ പറ്റുമോ?